ക്രിമിനൽ കേസ് പ്രതികൾക്ക് അനുവദിച്ച അനധികൃത പരോൾ അനുവദിച്ചത് ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം നിയമസഭ ബഹിഷ്കരിച്ചു. സർക്കാരിന് സൌകര്യമുള്ള വിഷയങ്ങൾ മാത്രമേ ചർച്ചയ്ക്ക് എടുക്കുകയുള്ളൂ എന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വിമർശനം. ജയിലിൽ കിടക്കുന്ന കൊടും ക്രിമിനലുകൾക്ക് എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് നൂറുകണക്കിന് ദിവസം പരോൾ കൊടുക്കുന്ന ഗൗരവതരമായ വിഷയമാണ് ഞങ്ങൾ ഇന്ന് നിയമസഭയിൽ ചർച്ച ചെയ്യാൻ കൊണ്ടുവന്നത്. എന്നാൽ റൂൾസ് ഓഫ് പ്രൊസീജിയറിനെ ദുർവ്യാഖ്യാനം ചെയ്ത് സർക്കാരിൻ്റെ ഇംഗിതങ്ങൾക്ക് വഴങ്ങി സർക്കാരിന് താല്പര്യമില്ലാത്ത CPMന് താല്പര്യമില്ലാത്ത CPM പ്രതിരോധത്തിലാകുന്ന വിഷയങ്ങൾ സഭയിൽ ചർച്ച ചെയ്യേണ്ട എന്ന നിലപാടിനോട് സ്പീക്കർ കൊടപിടിച്ചു കൊടുക്കുകയാണ് ഇന്ന് ചെയ്തത്. അടിയന്തര പ്രാധാന്യമില്ലാത്ത വിഷയമായതുകൊണ്ടാണ് ചർച്ചയ്ക്കെടുക്കാത്തതെന്ന് സ്പീക്കർ വിശദീകരിച്ചു. ഇന്ന് ലഭിച്ച നോട്ടീസ് പയ്യന്നൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് പരോൾ നൽകിയതായും പരോൾ അനുവദിക്കുന്നതിനായി പോലീസ് ഉദ്യോഗസ്ഥർ കൈക്കൂലി വാങ്ങിയതായും പറയപ്പെടുന്ന സംഭവം സംബന്ധിച്ചാണ്. ചട്ടം 50 പ്രകാരം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ പര്യാപ്തമായ അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ പ്രസ്തുത നോട്ടീസ് പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന് അറിയിക്കുന്നു. ആവശ്യമാണെങ്കിൽ നോട്ടീസ് നൽകിയ അംഗത്തിന് സബ്മിഷനായി വിഷയം ഉന്നയിക്കാം. ഓർഡർ. യെസ് സർ ചട്ടം ഫ്ലോർ ഓർഡർ ആക്കാൻ പറ പ്ലീസ് അദ്ദേഹം സംസാരിക്കട്ടെ. ചട്ടം 50 അനുസരിച്ചും ഈ റൂൾ ഓഫ് പ്രൊസീജിയർ അനുസരിച്ചും ഏത് പ്രൊവിഷൻ അനുസരിച്ചിട്ടാണ് ഇതുപോലത്തെ ഒരു നോട്ടീസ് കൊടുത്തപ്പോൾ വളരെ ഗുരുതരമായ ഒരു വിഷയമാണ് തന്നിരിക്കുന്നത്. ചട്ടം ലംഘിച്ച് നിയമം ലംഘിച്ച് പരോള് ക്രിമിനലുകൾക്ക് കൊടുത്ത് ക്രിമിനലുകൾ തെരുവിലിറങ്ങി കലാപം നടത്തുകയും ക്രിമിനൽ കുറ്റകൃത്യങ്ങളും ചെയ്യുകയും ചെയ്യുന്ന ഗൗരവതരമായ വിഷയമാണ് ഈ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടത്. സർക്കാരിന് സൗകര്യമില്ലാത്ത കാര്യങ്ങൾ നിയമസഭയിൽ ചർച്ച ചെയ്യില്ല എന്നാണോ? ബാനറും പ്ലക്കാർഡുകളുമായി നടുത്തളത്തിലിറങ്ങിയ പ്രതിപക്ഷാംഗങ്ങൾക്കെതിരെ മന്ത്രി V ശിവൻകുട്ടിയും രംഗത്തെത്തി. നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്നാണ് പറയുന്നത്. ആരെ ഉദ്ദേശിച്ചാണ് സാർ പറയുന്നത്? സാർ ഇത് മാത്രമല്ല സാർ, സഭയിലൊരു മുദ്രാവാക്യം വിളിക്കുകയും പ്രതിഷേധിക്കുകയും എന്തുകൊണ്ട് ചെയ്തോട്ടെ? മന്ത്രിമാർ ഇങ്ങോട്ട് വരട്ടാൻ വേണ്ടി വരണ്ട, ഭരണപക്ഷത്തെ വരട്ടാൻ വേണ്ടി വരണ്ട. ഞങ്ങളെല്ലാം ഓടുപത്തിറങ്ങിയവരല്ല. ഞങ്ങളെല്ലാം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിച്ചു വന്നവരാണ്. അത് നിങ്ങളുടെ നാളുകൾ എണ്ണപ്പെട്ടു എന്നൊന്നും പറയുന്നു വേണ്ട. റോജി വിരട്ടണ്ട. അങ്ങോട്ട് നോക്കി പറഞ്ഞാൽ മതി. അങ്ങോട്ട് നോക്കി പറ. അങ്ങോട്ട് നോക്കി പറ. R ശ്രീജിത്ത് തിരുവനന്തപുരത്ത് നിന്നും വിവരങ്ങളുമായി ചേരുന്നു. ശ്രീജിത്ത്, ഗുഡ് ആഫ്റ്റർനൂൺ. പരോളിൽ മിണ്ടാട്ടമില്ല, മിണ്ടരുത്, അങ്ങനെയാണോ? പയ്യന്നൂരിൽ പോലീസിന് നേരെ സ്റ്റീൽ ബോംബ് എറിഞ്ഞ പ്രതിക്ക് 1 മാസത്തിൽ പലതവണ പരോൾ കിട്ടിയത് ചൂണ്ടിക്കാണിച്ചാണ് പ്രതിപക്ഷം ശൂന്യവേളയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. ഈ അടിയന്തര പ്രമേയ നോട്ടീസ് പരിഗണിക്കാൻ സ്പീക്കർ തയ്യാറായില്ല. അടിയന്തര പ്രാധാന്യമുള്ള വിഷയമല്ല എന്ന് ചൂണ്ടിക്കാണിച്ചാണ് പ്രതിപക്ഷം നോട്ടീസ് നിരാകരിച്ചത്. ഇതാണ് സഭയിൽ ഏതാണ്ട് 50 മിനിറ്റോളം നീണ്ട പ്രതിപക്ഷ പ്രതിഷേധത്തിന് ഇടയാക്കിയത്. സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിഷയങ്ങളിൽ ചർച്ചയ്ക്ക് അനുമതി നൽകാൻ സ്പീക്കർ മടിക്കുകയാണ്, പരിഗണനയ്ക്കെടുക്കാൻ സ്പീക്കർ മടിക്കുകയാണ് എന്ന ആരോപണമാണ് പ്രതിപക്ഷം പൊതുവെ മുന്നോട്ട് വെക്കുന്നത്. എന്നാൽ വിഷയ ദാരിദ്ര്യം കൊണ്ടാണ് ഈ കാര്യങ്ങൾ വീണ്ടും സഭയ്ക്കകത്ത് കൊണ്ടുവരാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നാണ് പാർലമെന്ററി കാര്യമന്ത്രി MB രാജേഷിന്റെ പ്രതിരോധം. നേരത്തെ ഈ പ്രതിക്ക് ജാമ്യം കിട്ടിയ സമയത്തിന് ശേഷം പിന്നീടും സഭ ചേർന്നിരുന്നു. ആ ദിവസങ്ങളിലൊന്നും ഒരു നോട്ടീസ് പോലും തരാത്ത പ്രതിപക്ഷാംഗങ്ങൾ ഇന്ന് ഈ നോട്ടീസുമായി വരുന്നത് വിഷയ ദാരിദ്ര്യം കൊണ്ടാണ് എന്നാണ് സർക്കാർ ആരോപിക്കുന്നത്. ഭരണപക്ഷത്തു നിന്നുള്ള ആരോപണം. എന്തായാലും ഈ വിഷയത്തിൽ ചർച്ച നടന്നില്ല. ഈ വിഷയം ഉന്നയിച്ച പതിയെ പയ്യന്നൂർ രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പ് അടക്കമുള്ള വിഷയങ്ങൾ സഭാതലത്തിൽ ഉന്നയിക്കാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ തന്ത്രം. അത് തിരിച്ചറിഞ്ഞാണ് ഭരണപക്ഷം നോട്ടീസ് നിരാകരിക്കാനുള്ള നിലപാടെടുത്തത്. R ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.